യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. അപ്പോൾ യു ഡി പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കണക്ഷൻലെസ് ട്രാൻസ്മിഷൻ മോഡലാണ്. ഇവിടുത്തെ മിനിമം ഓഫ് പ്രോട്ടോക്കോൾ മെക്കാനിസം. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണക്ഷൻ ഓറിയൻറ്റഡ് ട്രാൻസ്മിഷൻ മോഡലാണ് TCP പഠിച്ചത്. അതുപോലെ യു ഡി പി എന്ന് പറയുന്നത് കണക്ഷൻ ലെസ് ട്രാൻസ്മിഷൻ മോഡലാണ്. ഇതിലെന്ന് പറയുമ്പം ഹാൻഡ് ഷേക്കിംഗ് ഒന്നുമില്ല. അത് മാത്രമല്ല ഇവിടെ അൺറിലയബിൾ ആയിരിക്കും. മറ്റേത് നമ്മൾ റിലയബിൾ ആയിരിക്കും TCPയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദർ ഈസ് നോ ഗ്യാരണ്ടി ഓഫ് ഡെലിവറി, ഓർഡറിങ് ഓർ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊട്ടക്ഷൻ. ഇവിടെ ഡെലിവറിയുടെ കാര്യത്തിലും ഓർഡറിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. ആൻഡ് യു ഡി പി പ്രൊവൈഡ്സ് ചെക്സംസ് ഫോർ ഡാറ്റ ഇൻറ്റഗ്രിറ്റി, പോർട്ട് നമ്പേഴ്സ് ഫോർ അഡ്രസ്സിംഗ് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് അറ്റ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഡാറ്റാഗ്രാം. യു ഡി പിയിൽ നമ്മൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് ചെക്സം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഴ്സിലെയും ഡെസ്റ്റിനേഷനിലെയും, അതായത് ഡാറ്റാഗ്രാമിൻ്റെ സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ പോർട്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. യു ഡി പി എന്ന് പറയുമ്പോൾ കണക്ഷൻലെസ് ട്രാൻസ്മിഷൻ മോഡലാണ്. ഇവിടെ പ്രോട്ടോക്കോൾ മെക്കാനിസം ഒക്കെ കുറവാണ്. അതായത് നമ്മൾ TCP വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഹാൻഡ് ഷേക്കിംഗ് ഒന്നും ഇല്ല. ഹാൻഡ് ഷേക്കിംഗ് മെക്കാനിസം, 3-way ഹാൻഡ് ഷേക്കിംഗ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഡെലിവറി ഒന്നും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ചെക്സംസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് ചെക്സംസ് ഉണ്ട്. അതുപോലെ തന്നെ പോർട്ട് നമ്പേഴ്സും ഉണ്ട്. വിത്ത് യു ഡി പി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്യാൻ സെൻഡ് മെസ്സേജസ് ടു അതർ ഹോസ്റ്റ്. അപ്പോൾ യു ഡി പി യൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസിന് ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് കേസ് റെഫർ ടു ആസ് ഡാറ്റാഗ്രാം എന്നാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഹോസ്റ്റ് ആർ ഓൺ ആൻ IP നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ നെറ്റ്വർക്കിലായിരിക്കും. വിത്തൗട്ട് പ്രെയർ കമ്മ്യൂണിക്കേഷൻ ടു സെറ്റപ്പ് സ്പെഷ്യൽ ട്രാൻസ്മിഷൻ ചാനൽസ് ഓർ ഡാറ്റ പാത്ത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പാത്തൊന്നും ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നില്ല. UDP is suitable for purposes where error checking and correction is either not necessary or is performed in the application, avoiding the overhead of such processing at the network interface level. UDP നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ എറർ ചെക്കിങ്ങും കറക്ഷനും എന്തുവാണ് എയ്തർ നോട്ട് നെസസറി, ദാറ്റ് മീൻസ് നെസസറി ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ UDP സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് UDP ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പർപ്പസസ് എന്ന് പറഞ്ഞാൽ എറർ ചെക്കിങ്ങും കറക്ഷനും അത്ര ആവശ്യമായിട്ടില്ല. എയ്തർ നോട്ട് നെസസറി ഓർ ഈസ് പെർഫോംഡ് ഇൻ ദ ആപ്ലിക്കേഷൻ. അതത്ര നെസസറി ആയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ എന്തുവാണ് എറർ കറക്ഷനും ചെക്കിങ്ങും ഒക്കെ ആപ്ലിക്കേഷനിൽ പെർഫോം ചെയ്യുന്നത്. അതുപോലുള്ള പർപ്പസസിനാണ് നമ്മൾ UDP സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അവോയ്ഡിങ് ദ ഓവർഹെഡ് ഓഫ് സച്ച് പ്രോസസ്സിംഗ് അറ്റ് ദ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെവൽ. If error correction facilities are needed at the network interface level, an application may use the TCP or stream control. ഇനി നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെവലിൽ നമ്മൾ UDPയിലെ എറർ കറക്ഷനും ചെക്കിങ്ങും ഒന്നും ചെയ്യുന്നില്ല. ഇനി അത് എറർ കറക്ഷൻ ഫെസിലിറ്റീസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെവലിൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് TCP ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ UDP യൂസ് ചെയ്ത് എറർ കറക്ഷനും ചെക്കിങ്ങും ഒന്നും നമുക്ക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെവലിൽ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ TCP ആയിരിക്കും യൂസ് ചെയ്യുന്നത്. UDP ഫ്രെയിം ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. UDP ലെങ്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് IP ലെങ്ത് മൈനസ് IP ഹെഡേഴ്സ് ലെങ്ത്. IP ലെങ്തിൽ നിന്ന് IPയുടെ ഹെഡർ ലെങ്തിന് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും UDPയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സോഴ്സ് പോർട്ട് കാണും, അതുപോലെ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ പോർട്ടും കാണും. സോഴ്സ് പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സെൻഡിങ് ഹോസ്റ്റിൻ്റെ UDP പോർട്ടായിരിക്കും. അതുപോലെ സെൻഡിങ് പോർട്ട് വാല്യൂ ഈസ് ഓപ്ഷണൽ, ഇഫ് നോട്ട് യൂസ്ഡ് ഇറ്റ് ഈസ് സെറ്റ് ടു 0. സെൻഡിങ് പോർട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ ഓപ്ഷണൽ ആയിരിക്കും, അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ ഡെസ്റ്റിനേഷൻ പോർട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൻ്റെ UDP പോർട്ടായിരിക്കും ഡെസ്റ്റിനേഷൻ പോർട്ടിലുള്ളത്. ആൻഡ് ദിസ് പ്രൊവൈഡ്സ് ആൻ എൻഡ് പോയിൻറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഡെസ്റ്റിനേഷൻ പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എൻഡ് പോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യാനാണ്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ UDP മെസ്സേജിൻ്റെ സൈസ് ആയിരിക്കും. അപ്പോൾ മിനിമം UDP പാക്കറ്റ് കണ്ടെയ്ൻസ് ഓൺലി ദ ഹെഡർ ഇൻഫർമേഷൻ, ദാറ്റ് ഈസ് 8 bytes. മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 8 bytes ആയിരിക്കും. അങ്ങനെയുള്ള 8 byte ഉള്ള UDP പാക്കറ്റിൽ ഹെഡർ ഇൻഫർമേഷൻ മാത്രമേ കാണൂ. ആൻഡ് ചെക്സം എന്ന് പറയുന്നത് വെരിഫൈസ് ദാറ്റ് ദ ഹെഡർ ഈസ് നോട്ട് കറപ്റ്റഡ്. ഹെഡർ കറപ്റ്റഡ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്സം ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ചെക്സം വാല്യൂവും ഓപ്ഷണലാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഇറ്റ് ഈസ് ദ സെയിം അൽഗോരിതം യൂസ്ഡ് ഫോർ TCP ആൻഡ് IP. TCPയുടെ കേസിലാണെങ്കിലും IPയുടെ കേസിലാണെങ്കിലും ആ ഒരു സെയിം പ്രോസസ്സിങ് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു എറർ ഡിറ്റക്റ്റ് ചെയ്താൽ ഈ എൻറ്റയർ UDP സെഗ്മെൻറ്റ്
ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് ഫർദർ ആക്ഷനൊന്നും എടുക്കത്തില്ല, റീട്രാൻസ്മിഷനോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷേ ആ മൊത്തത്തിലുള്ള UDP സെഗ്മെൻറ്റിനെ ഡിസ്കാർഡ് ചെയ്യും. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് UDP എന്ന് പറയുമ്പോഴത്തേക്കും UDP ഈസ് യൂസ്ഡ് ഫോർ സിമ്പിൾ റിക്വസ്റ്റ് റെസ്പോൺസ് കമ്മ്യൂണിക്കേഷൻ വെൻ സൈസ് ഓഫ് ഡാറ്റ ഈസ് ലെസ് ആൻഡ് ഹെൻസ് ദർ ഈസ് ലെസ്സർ കൺസേൺ അബൌട്ട് ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള റിക്വസ്റ്റ് റെസ്പോൺസ് കമ്മ്യൂണിക്കേഷൻ്റെ കേസസിലാണ് UDP യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൈസ്, നമ്മുടെ ഡേറ്റയുടെ സൈസ് വളരെ ലെസ്സാണ്, ചെറുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോയെക്കുറിച്ചും എറർ കൺട്രോളിനെ കുറിച്ചൊന്നും വലിയ കൺസേൺ ഇല്ല, വലിയ പ്രശ്നമില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ മാത്രമേ UDP യൂസ് ചെയ്യൂ. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ പ്രോട്ടോകോൾ ഫോർ മൾട്ടികാസ്റ്റിംഗ് ആസ് UDP സപ്പോർട്ട്സ് പാക്കറ്റ് സ്വിച്ചിങ്. UDP പാക്കറ്റ് സ്വിച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മൾട്ടികാസ്റ്റിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് UDP എന്ന് പറയുന്നത്. UDP ഈസ് യൂസ്ഡ് ഫോർ സം റൂട്ടിംഗ് അപ്ഡേറ്റ് പ്രോട്ടോക്കോൾസ് ലൈക്ക് RIP. റൂട്ടിംഗ് അപ്ഡേറ്റ് പ്രോട്ടോക്കോൾസ്, RIP പോലുള്ള റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളാണ് RIP പോലുള്ള റൗട്ടിംഗ് അപ്ഡേറ്റ് പ്രോട്ടോക്കോൾസിന് നമ്മൾ UDP യൂസ് ചെയ്യാറുണ്ട്. നോർമലി യൂസ്ഡ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻസിനാണ് UDP നോർമലി യൂസ് ചെയ്യുന്നത്. ഇനി ഫോളോയിങ് ഇംപ്ലിമെൻറ്റേഷൻ യൂസസ് UDP ആസ് എ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ. അപ്പോൾ ഈ പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻസ് വെച്ചിട്ട് UDP ഒരു ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻസിലൊക്കെ UDP ഒരു ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. NTP അതായത് നെറ്റ്വർക്ക് ടൈം പ്രോട്ടോക്കോൾ, DNS ഡൊമൈൻ നെയിം സർവീസ്, BOOTP-യും DHCP-യും, പിന്നെ NNP എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ന്യൂസ് പ്രോട്ടോക്കോൾ, കോർട്ട് ഓഫ് ദ പ്രോട്ടോക്കോൾ, TFTP, RTSP, RIP, OSPF. അപ്പോൾ ഇതിനൊക്കെ, ഈ ഇംപ്ലിമെൻറ്റേഷൻസിനൊക്കെ UDP ഒരു ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലെയർ ക്യാൻ ഡൂ സം ഓഫ് ദി ടാസ്ക് ത്രൂ UDP. ആപ്ലിക്കേഷൻ ലെയറിൽ UDP വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതാണ് ട്രേസ് റൂട്ട്, റെക്കോർഡ് റൂട്ട്, ടൈം സ്റ്റാമ്പൊക്കെ. ഈ പറയുന്ന ഫങ്ഷൻസൊക്കെ ആപ്ലിക്കേഷൻ ലെയറിൽ UDP യൂസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. UDP takes datagram from network layer, attach its header and send it to the user, so it works fast. അപ്പോൾ UDP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഡാറ്റാഗ്രാം എടുത്തിട്ട് അതിൻ്റെ ഹെഡറിൽ അറ്റാച്ച് ചെയ്ത് നമ്മുടെ യൂസറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. സോ UDPയുടെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. അടുത്ത ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. Application layer is present at the top of the OSI model and it is the layer through which users interact. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നതാണ് നമ്മുടെ യൂസേഴ്സിൻ്റെ ഇൻട്രാക്ഷൻ നടക്കുന്ന ലെയർ. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് സർവീസസ് ടു ദ യൂസേഴ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ലെയറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ FTP അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. വിച്ച് മൂവ്സ് ഫയൽസ് ബിറ്റ്വീൻ ലോക്കൽ ആൻഡ് റിമോട്ട് ഫയൽ സിസ്റ്റം ഓർ കോപ്പിയിങ് എ ഫയൽ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. അവിടെ ഇത്രയും നേരം ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്കെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽസ് ഒരു ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഒരു റിമോട്ട് ഫയൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഫയൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് ഫയൽസിനെ ഷെയർ ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഓർ FTP എന്ന് പറയുന്നത്. ഇറ്റ് റൺസ് ഓൺ ദ ടോപ്പ് ഓഫ് TCP ലൈക്ക് HTTP. നമ്മുടെ TCPയുടെ ടോപ്പിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. HTTP പോലെ TCPയുടെ ടോപ്പിലായിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. FTP ഡിഫേഴ്സ് ഫ്രം അതർ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസ് ഇൻ ദാറ്റ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് ടു കണക്ഷൻ ബിറ്റ്വീൻ ദ ഹോസ്റ്റ്. ബാക്കി ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസിൽ നിന്ന് ഇത് ഡിഫർ ആവുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് കണക്ഷൻ ഹോസ്റ്റ് തമ്മിൽ, ആ രണ്ട് ഹോസ്റ്റുകൾ തമ്മിൽ രണ്ട് കണക്ഷൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷനിൽ നിന്ന് ഈ FTP എങ്ങനെ ഡിഫർ ആവുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് ഹോസ്റ്റുകൾ തമ്മിൽ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് കണക്ഷൻസാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത്. ടു ട്രാൻസ്ഫർ എ ഫയൽ ടു TCP കണക്ഷൻ ആർ യൂസ്ഡ് ബൈ FTP ഇൻ പാരലൽ. ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ FTP യൂസ് ചെയ്തൊരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആദ്യം രണ്ട് TCP കണക്ഷൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കും. അതിന് പറയുന്നതാണ് ഒന്ന് കൺട്രോൾ കണക്ഷനും മറ്റൊന്ന് ഡാറ്റ കണക്ഷനും, അല്ലെങ്കിൽ കമാൻഡ്സ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറയും. സെപ്പറേഷൻ ഓഫ് കമാൻഡ്സ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ മേക്സ് FTP മോർ എഫിഷ്യൻറ്റ്.
അപ്പോൾ ഇതിൻ്റെ സെപ്പറേഷൻ, ഈ കമാൻഡ്സിൻ്റെയും അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെയും സെപ്പറേഷൻ കൊണ്ട് തന്നെ എഫ് ടി പി എന്താണ്, കുറച്ചും കൂടെ ബാക്കി പ്രോട്ടോകോൾസിനെ വെച്ചിട്ട് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്. ഇറ്റ് വിൽ വർക്ക് എഫിഷ്യൻറ്റ്. ഈ ഒരു ഫീച്ചറാണ് എഫ് ടി പിയുടെ ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജസ് ഫീച്ചറാണിത്. FTP data connection. For sending the actual file, FTP makes use of data connection. അപ്പോൾ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നമുക്ക് ആക്ച്വൽ ഫയൽ സെൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ഡാറ്റ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. മേക്സ് യൂസ് ഓഫ് ഡാറ്റ കണക്ഷൻ. എ ഡാറ്റ കണക്ഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ഓൺ പോർട്ട് നമ്പർ 20. പോർട്ട് നമ്പർ 20യിലാണ് നമ്മുടെ ഡാറ്റ കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് കൺട്രോൾ കണക്ഷൻ. എഫ് ടി പിയുടെ കൺട്രോൾ കണക്ഷനാണ്. ഫോർ സെൻഡിങ് കൺട്രോൾ കണക്ഷൻ ലൈക്ക് യൂസർ ഐഡൻറ്റിഫിക്കേഷൻ, പാസ്വേഡ്, കമാൻഡ്സ് ടു ചേഞ്ച് the remote directory, commands to retrieve and store files etc. FTP makes use of control connection. നമ്മുടെ കൺട്രോൾ ഇൻഫർമേഷൻ, അതായത് യൂസർ ഐഡൻറ്റിഫിക്കേഷനും പാസ്വേഡും അതുപോലെ തന്നെ റിമോട്ട് ഡയറക്ടറി ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡ്സും ഫയൽസ് സ്റ്റോറും റിട്രീവും ചെയ്യാനുള്ള കമാൻഡ്സൊക്കെ ആണ് നമ്മൾ കൺട്രോൾ ഇൻഫർമേഷൻ വഴി സെൻഡ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ കണക്ഷൻ എന്ന് പറയുന്നത്. കൺട്രോൾ കണക്ഷൻ ഈസ് ഇനിഷ്യേറ്റഡ് ഓൺ പോർട്ട് നമ്പർ 21. പോർട്ട് നമ്പർ 21ലായിരിക്കും കൺട്രോൾ കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ദ ക്ലയൻറ്റ് ഹാസ് 3 കമ്പോണൻസ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റിന് 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും. യൂസർ ഇൻ്റർഫേസ് ഉണ്ടായിരിക്കും, ക്ലയൻറ്റ് കൺട്രോൾ പ്രോസസ്സസ് ആൻഡ് ക്ലയൻറ്റ് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. ഈ ഫിഗറിൽ തന്നിരിക്കുന്നതാണ് എഫ് ടി പിയുടെ ബേസിക് മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ 2 TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞു. ആൻഡ് ദർ ഇസ് എ യൂസർ ഇൻ്റർഫേസ്, കൺട്രോൾ പ്രോസസ്സസ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സസ്. ക്ലയൻറ്റിൻ്റെ പാർട്ടിലാണെങ്കിൽ 3 കമ്പോണൻ്റ് ഉണ്ട്. ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ പ്രോസസ്സ് ഉണ്ട്, യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. ഇനി സെർവറിൽ 2 കമ്പോണൻസ് ഉണ്ട്, കൺട്രോൾ പ്രോസസ്സും ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സും. ഓക്കെ, ദ കൺട്രോൾ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ കൺട്രോൾ പ്രോസസ്സ്. കൺട്രോൾ കണക്ഷൻ നമ്മൾ കൺട്രോൾ പ്രോസസ്സിന് ബിറ്റ്വീൻ ആയിട്ടായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഡാറ്റ കണക്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്. അതുപോലെ ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ ഇടയിലായിട്ടായിരിക്കും നമ്മൾ ഡാറ്റ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത്. കൺട്രോൾ കണക്ഷൻ റിമൈൻസ് ഓപ്പൺ ഡ്യൂറിങ് ദ എൻറ്റയർ ഇൻറ്ററാക്റ്റീവ് FTP സെക്ഷൻ. ഈ കൺട്രോൾ കണക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള FTP സെഷനിൽ ഓപ്പൺ ആയിട്ടായിരിക്കും റിമൈൻ ചെയ്യുന്നത്. കൺട്രോൾ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള FTPയുടെ മൊത്തത്തിൽ എൻറ്റയർ സെഷനിൽ അത് ഓപ്പൺ ആയിരിക്കും. അതുപോലെ പോർട്ട് നമ്പർ ഈസ് വെൽ നോൺ, പോർട്ട് 21. പോർട്ട് 21ലായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഡാറ്റ കണക്ഷൻ ഈസ് ഓപ്പൺഡ് ആൻഡ് ദെൻ ക്ലോസ്ഡ് ഫോർ ഈച്ച് ഫയൽ ട്രാൻസ്ഫർ. അപ്പോൾ ഡാറ്റ കണക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓരോ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഇത് ഓപ്പൺ ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ട്രാൻസ്ഫറിങ് ഫയൽസിനുള്ള കമാൻഡ്സ് വരുന്ന ടൈമിൽ ഇത് ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ ഡാറ്റ കണക്ഷൻ യൂസസ് വെൽ നോൺ പോർട്ട് 20 അറ്റ് സെർവർ സൈറ്റിൽ യൂസ് ചെയ്യുന്നത് പോർട്ട് നമ്പർ 20 ആയിരിക്കും. അപ്പോൾ FTP കണക്ഷൻസ്, കൺട്രോൾ കണക്ഷനും ഉണ്ട്, ഡാറ്റ കണക്ഷനും ഉണ്ട്. ഇതിന് രണ്ടിനും നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസും ഡിഫറെൻറ്റ് പോർട്ട് നമ്പേഴ്സും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ FTPയിൽ സെപ്പറേറ്റ് കൺട്രോൾ കണക്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് FTP ഈസ് സെഡ് ടു സെൻഡ് ഇറ്റ്സ് കൺട്രോൾ ഇൻഫർമേഷൻ ഔട്ട് ഓഫ് ബാൻഡ്. അപ്പോൾ FTP എന്ന് പറയുന്നത് അതിൻ്റെ കൺട്രോൾ ഇൻഫർമേഷൻ ഔട്ട് ഓഫ് ബാൻഡ് ആയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ചില പ്രോട്ടോകോൾസ്, അതായത് നമ്മുടെ ബാക്കി പ്രോട്ടോകോൾസ് എല്ലാം റിക്വസ്റ്റും റെസ്പോൺസ് ഹെഡർ ലൈൻസും ഡാറ്റയൊക്കെ ഒറ്റ TCP കണക്ഷനിലൂടെ തന്നെ സെൻഡ് ചെയ്യുന്നതുണ്ട്. അങ്ങനെ വരുന്ന പ്രോട്ടോകോൾസിനെ നമ്മൾ ഇൻഫർമേഷൻ കൺട്രോൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ ഇൻബാൻഡ് എന്നും പറയും. അങ്ങനെ അല്ലാത്ത, അതായത് FTP പോലെ നമ്മൾ സെപ്പറേറ്റ് കൺട്രോൾ കണക്ഷൻ സെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ ഔട്ട് ഓഫ് ബാൻഡ് എന്നും പറയും. ഇനി ഇൻബാൻഡിൻ്റെ എക്സാമ്പിളാണ് HTTPയും SMTPയും. FTP session. When an FTP session is started between a client and a server, the client initiates a control TCP connection with the server side. ആദ്യം എന്ത് ചെയ്യും, ക്ലയൻറ്റ് ഒരു കൺട്രോൾ TCP കണക്ഷൻ സെർവർ സൈഡിലോട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കും.
ദ ക്ലയൻറ്റ് സെൻസ് കൺട്രോൾ ഇൻഫർമേഷൻ ഓവർ ദിസ്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിലൂടെ എന്ത് ചെയ്യും, ക്ലയൻറ്റ് കൺട്രോൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യും. ഇനി സെർവറിന് ഇത് റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ഡാറ്റ കണക്ഷൻ, ക്ലയൻറ്റ് സൈഡിലേക്ക് ഡാറ്റ കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യും. ആൻഡ് ഓൺലി വൺ ഫയൽ ക്യാൻ ബി സെൻഡ് ഓവർ വൺ ഡാറ്റ കണക്ഷൻ. ഒരു ഡാറ്റ കണക്ഷനിൽ ഒരു ഫയൽ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ബട്ട് ദ കൺട്രോൾ കണക്ഷൻ റിമൈൻസ് ആക്റ്റീവ് ത്രൂ ഔട്ട് ദ യൂസർ സെക്ഷൻ. പക്ഷേ കൺട്രോൾ കണക്ഷൻ മൊത്തത്തിൽ ആ ഒരു FTP സെഷൻ എക്സ്പയർ ആവുന്നത് വരെയും ആക്റ്റീവായി തന്നെ ഇരിക്കും. As we know, HTTP is stateless. It does not have to keep track of any user state. HTTP പ്രോട്ടോക്കോൾ ആണെങ്കിൽ അത് സ്റ്റേറ്റ്ലെസ് ആണ്. അതിന് യൂസർ സ്റ്റേറ്റിനെ കുറിച്ചൊന്നും ട്രാക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ FTP എന്ന് പറയുന്നത് ഇറ്റ് മെയിൻറ്റെയിൻസ് സ്റ്റേറ്റ് എബൌട്ട് ഇറ്റ്സ് യൂസർ ത്രൂ ഔട്ട് ദ സെഷൻ. ആ ഒരു സെഷൻ്റെ ഫുൾ, അതായത് ഓരോ യൂസറിൻ്റെയും സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട് നമ്മുടെ FTPയിൽ. HTTP ആണെങ്കിൽ സ്റ്റേറ്റ്ലെസ് ആണ്. പക്ഷേ FTPയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഓരോ യൂസറിൻ്റെയും സ്റ്റേറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. When a user starts an FTP session with a remote host, the client side of FTP, that is user, first initiates a control TCP connection with the server side remote host on server port number 21. ഒരു റിമോട്ട് ഹോസ്റ്റ് തമ്മിലൊരു FTP സെഷൻ ഒരു യൂസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്ലയൻറ്റ് സൈഡ് ഓഫ് FTP, അതായത് യൂസർ സൈഡിൽ നിന്ന് നമ്മൾ ഒരു കൺട്രോൾ TCP കണക്ഷൻ സെർവർ സൈഡിലോട്ട്, അതായത് ആ റിമോട്ട് ഹോസ്റ്റിൻ്റെ സൈഡിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കും ഓൺ സെർവർ പോർട്ട് നമ്പർ 21. സെർവർ പോർട്ട് നമ്പർ 21 TCP കണക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കും. And the client side of FTP sends the user identification and password over this control connection. ഈ കൺട്രോൾ കണക്ഷനിലൂടെ ഈ ക്ലയൻറ്റ് സൈഡ് എന്ത് ചെയ്യും, FTPയുടെ ക്ലയൻറ്റ് സൈഡ് യൂസർ ഐഡൻറ്റിഫിക്കേഷനും പാസ്വേഡും സെൻഡ് ചെയ്യും. And the client side of FTP also sends over the control connection commands to change the remote directory. ഇതുവഴി, അതായത് ഈ ക്ലയൻറ്റ് സൈഡ് സെയിം ഈ FTPയുടെ ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ബാക്കി നമ്മൾ പറഞ്ഞായിരുന്നു, കൺട്രോൾ ഇൻഫർമേഷൻസ് എന്ന് പറയുമ്പോൾ യൂസർ ഐഡൻറ്റിഫിക്കേഷനും പാസ്വേഡും അതുപോലെ തന്നെ കമാൻഡ്സൊക്കെ സെൻഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ കമാൻഡ്സ് ടു ചേഞ്ച് ദ റിമോട്ട് ഡയറക്ടറി ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡ്സും ഈ കൺട്രോൾ കണക്ഷനിലൂടെ സെൻഡ് ചെയ്യും. And the server side receives a command for a file transfer over the control connection. The server side initiates a TCP data connection to the client side on port number 20. ഇപ്പോൾ സെർവർ സൈഡ് ഇപ്പോൾ നമുക്ക് ഫയൽ ട്രാൻസ്ഫറിനായിട്ടുള്ളൊരു കമാൻഡ് സെർവർ സൈഡിൽ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ ആൻഡ് ത്രൂ കൺട്രോൾ കണക്ഷൻ സെർവർ സൈഡ് എന്ത് ചെയ്യും, ഒരു TCP ഡാറ്റ കണക്ഷൻ ക്ലയൻറ്റ് സൈഡിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യും വിത്ത് എ പോർട്ട് നമ്പർ 20 ഓൺ പോർട്ട് നമ്പർ 20. അപ്പോൾ ഇവിടെ ഈ പോർട്ട് നമ്പറിൻ്റെ കാര്യം ശ്രദ്ധിച്ചോണം. നമ്മൾ ആദ്യം TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പോർട്ട് നമ്പർ 21 അതുപോലെ TCP ഡാറ്റ കണക്ഷൻ ആണെങ്കിൽ, കൺട്രോൾ TCP കണക്ഷൻ ആണെങ്കിൽ സെർവർ പോർട്ട് നമ്പർ 21 TCP ഡാറ്റ കണക്ഷൻ ആണെങ്കിൽ പോർട്ട് നമ്പർ 20 ആയിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. FTP sends exactly one file over the data connection and then closes the data connection. ഒറ്റ ഫയലെ ഒരു ഡാറ്റ കണക്ഷനിലൂടെ സെൻഡ് ചെയ്യൂ, എന്നിട്ട് ആ ഡാറ്റ കണക്ഷനെ ക്ലോസ് ചെയ്യും. ഇഫ് ഡ്യൂറിങ് ദ സെയിം സെഷൻ ദ യൂസർ വാണ്ട്സ് ടു ട്രാൻസ്ഫർ അനദർ ഫയൽ, FTP ഓപ്പൺസ് അനദർ ഡാറ്റ കണക്ഷൻ. ആ സെയിം സെഷനിൽ തന്നെ യൂസറിന് വീണ്ടും അടുത്ത ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, FTP അടുത്ത ഡാറ്റ കണക്ഷനെ ഓപ്പൺ ചെയ്യും. അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ നടക്കൂ. അല്ലാതെ ഒരു സമയം ഒരു ഡാറ്റ, അതായത് ഒറ്റ ഡാറ്റ ട്രാൻസ്ഫർ മാത്രമേ ഒറ്റ ഡാറ്റ കണക്ഷനിലൂടെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. Thus with FTP the control connection remains open throughout the duration of the user session, but a new data connection is created for each file transferred within a session. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കൺട്രോൾ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് FTP സെഷൻ മൊത്തം നമുക്ക് എനേബിൾ ആയിട്ടിരിക്കും, പക്ഷേ ഓപ്പൺ ആയിട്ടിരിക്കും. പക്ഷേ ഒരു ഡാറ്റ കണക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഫയൽ ട്രാൻസ്ഫറിൻ്റെ സമയത്തും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു സെഷനിൽ തന്നെ ഓരോ ട്രാൻസ്ഫറിൻ്റെ സമയത്തും ഡാറ്റ ട്രാൻസ്ഫറിൻ്റെ സമയത്തും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ദ ഡാറ്റ കണക്ഷൻസ് ആർ നോൺ പെർസിസ്റ്റൻറ്റ്. ഡാറ്റ കണക്ഷൻ എന്ന് പറയുന്നത് നോൺ പെർസിസ്റ്റൻ്റ് ആണ്. FTP commands and replies. The commands from client to server, ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ടായിരിക്കും കമാൻഡ്സ്, ആൻഡ് റിപ്ലൈസ് എന്ന് പറയുന്നത് സെർവറിൽ നിന്ന് ക്ലയൻറ്റിലോട്ടായിരിക്കും, വിച്ച് ആർ സെൻഡ് അക്രോസ് ദ കൺട്രോൾ കണക്ഷൻ ഇൻ 7 bit ASCII ഫോമാറ്റിലായിരിക്കും നമ്മൾ
റിപ്ലൈസ് സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ദസ് ലൈക്ക് HTTP കമാൻഡ്സ്, FTP കമാൻഡ്സ് ആർ റീഡബിൾ ബൈ പീപ്പിൾ. അപ്പോൾ HTTP കമാൻഡ്സ് നമുക്ക് റീഡബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ FTP കമാൻഡ്സും നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആണ്. In order to delineate successive commands, a carriage return and line feed end each command. അപ്പോൾ സക്സസീവ് കമാൻഡ്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് there will be a carriage return and line feed which will end each command. ഓരോ കമാൻഡിനെ എൻഡ് ചെയ്യാനായിട്ട് ഒരു carriage return അല്ലെങ്കിൽ line feed ഉണ്ടായിരിക്കും. And each command consists of 4 uppercase ASCII characters, some with optional arguments. അപ്പോൾ 4 uppercase ASCII characters ഉണ്ടായിരിക്കും ഓരോ കമാൻഡിനും. സം വിത്ത് ഒരു എന്താണ് ഓപ്ഷണൽ ആർഗ്യുമെൻറ്റ്സ് ചിലതിലും ഉണ്ടാവും. ഇനി FTP കമാൻഡ്സ്. സം ഓഫ് ദ FTP കമാൻഡ്സ് ആർ യൂസർ, പാസ്, CWD, RMD, MKD, PWD എക്സെട്ര. യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് കമാൻഡ് സെൻസ് ദ യൂസർ ഐഡൻറ്റിഫിക്കേഷൻ ടു ദ സെർവറിലോട്ട് യൂസർ ഐഡൻറ്റിഫിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള കമാൻഡാണ് യൂസർ കമാൻഡ്. പാസ് എന്ന് പറയുമ്പോഴത്തേക്കും യൂസർ പാസ്വേഡ് സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ. CWD എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഡിഫറെൻറ്റ് ഡയറക്ടറിയിൽ അല്ലെങ്കിൽ ഡാറ്റാ സെറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് യൂസറിനെ അലോ ചെയ്യുന്ന കമാൻഡാണ് CWD. RMD എന്ന് പറയുമ്പോഴത്തേക്കും directory specified in the path name to be removed as a directory, and this command causes the this command അതായത് നമ്മുടെ പാത്ത് നെയിമിൽ റെഫർ ചെയ്തിരിക്കുന്ന, അതായത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡയറക്ടറി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RMD എന്ന് പറയുന്നത്. റിമൂവ് എന്നുള്ളത് റിമൂവ്ഡ് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനാണ് RMD യൂസ് ചെയ്യുന്നത്. ആൻഡ് MKD എന്ന് പറയുമ്പോഴത്തേക്കും പാത്ത് നെയിമിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് PWD എന്ന് പറയുമ്പോഴത്തേക്കും causes the name of the current working directory to be returned in the reply. റിപ്ലൈയിൽ നമ്മുടെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. RETR യൂസ്ഡ് ടു റിട്രീവ് എ ഫയൽ ഫ്രം ദ കറണ്ട് ഡയറക്ടറി ഓഫ് ദ റിമോട്ട് ഹോസ്റ്റിൻ്റെ കറണ്ട് ഡയറക്ടറിയിൽ നിന്ന് ഒരു ഫയൽ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RETR. അതുപോലെ STOR ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ എ ഫയൽ ഇൻ ടു ദ കറണ്ട് ഡയറക്ടറി ഓഫ് ദ റിമോട്ട് ഹോസ്റ്റിൻ്റെ കറണ്ട് ഡയറക്ടറിയിൽ ഒരു ഫയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് സ്റ്റോർ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. LIST ടു മീൻസ് ലിസ്റ്റ്. ഓക്കെ, ടു ഡിസ്പ്ലേ ദ ലിസ്റ്റ് ഓഫ് ഓൾ ദ ഫയൽസ് പ്രസൻറ്റ് ഇൻ ദ ഡയറക്ടറിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ഫയൽസിൻ്റെയും ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് എന്ന് പറയുന്ന കമാൻഡ്. അബോട്ട് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെൽസ് ദ സെർവർ ടു അബോട്ട് ദ പ്രീവിയസ് FTP സർവീസിനെ അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ABOR എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വിറ്റ് കമാൻഡ് ഒരു യൂസറിനെ ടെർമിനേറ്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് ദ സെർവർ ക്ലോസസ് ദ കൺട്രോൾ കണക്ഷൻ, അതായത് കൺട്രോൾ കണക്ഷൻ ക്ലോസ് ചെയ്യും. ക്വിറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് അവിടെ കൺട്രോൾ കണക്ഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് FTP കമാൻഡ്സ്. FTP റിപ്ലൈസ് എന്ന് പറയുമ്പോഴത്തേക്കും സം ഓഫ് ദ FTP റിപ്ലൈസ് ആർ 200 കമാൻഡ് ഓക്കെ, 530 നോട്ട് ലോഗ്ഡ് ഇൻ എക്സെട്ര. ഇതൊക്കെയാണ് FTP റിപ്ലൈസ് എന്ന് പറയുന്നത്. ഇനി ഓരോ റെസ്പോൺസിൻ്റെയും ടേബിളാണ്. ഓരോ റെസ്പോൺസിൻ്റെയും ടേബിളും കോഡും ഉണ്ട്. കോഡും അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ്. കമാൻഡ് പ്രോസസ്സിംഗ് ആണ് ഒരു കൺട്രോൾ പ്രോസസ്സ്, അതായത് ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും കൺട്രോൾ പ്രോസസ്സ് ഉണ്ടായിരിക്കും. നമ്മൾ കമാൻഡ്സ് കൊടുത്ത് കൺട്രോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിൽ നിന്ന് റെസ്പോൺസ് കിട്ടും. അതാണ് കൊടുത്തിരിക്കുന്നത്. For transferring a files through the data connection, the client must define the type of file to be transferred, the structure of the data and the transmission mode. അപ്പോൾ ഒരു ഡാറ്റ കണക്ഷനിലൂടെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ക്ലയൻറ്റ് എന്തൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം? ട്രാൻസ്ഫർ ചെയ്യുന്ന ഫയലിൻ്റെ ടൈപ്പ്, സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ ആൻഡ് ദ ട്രാൻസ്മിഷൻ മോഡ്, ഇത് മൂന്നും ഡിഫൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഇപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിൽ നമ്മുടെ ക്ലയൻ്റ് ഉണ്ട്, സെർവറുണ്ട്. ക്ലയൻറ്റിന് ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ്, അതുപോലെ തന്നെ സെർവറിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് ഉണ്ട്. ഇത് തമ്മിലൊരു ഡാറ്റ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അവിടെ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? ഫയൽ ടൈപ്പ്, ഡാറ്റ സ്ട്രക്ചർ, ട്രാൻസ്മിഷൻ മോഡ് ആർ ഡിഫൈൻഡ് ബൈ ദ ക്ലയൻറ്റ്. ഇതാണ് ഫിഗറിൽ പറയുന്നത്. FTP file type. FTP can transfer one of the following file types across the data connection.
ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫയൽ ടൈപ്പ് ആയിരിക്കണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആസ്കി ഫയലായിരിക്കണം, അല്ലെങ്കിൽ EBCDIC ഫയൽ, അല്ലെങ്കിൽ ഇമേജ് ഫയൽ. ASCII file is the default format for transferring text files. Each character is encoded using 7-bit ASCII. ASCII നമുക്കറിയാം, 7-bit ASCII വെച്ചിട്ട് ഓരോ ഫയൽ ഓരോ ക്യാരക്ടറും എൻകോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. If one or both ends of the connection uses EBCDIC encoding, the file format used by IBM, the file can be transferred using this encoding. അതായത് ഇതെന്ന് പറയുന്നത് IBMൽ യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് ആണ്. അപ്പോൾ അതായത് കണക്ഷൻസ് ഏതെങ്കിലും ഒരു കണക്ഷൻ അല്ലെങ്കിൽ 2 കണക്ഷൻസും ഈ എൻകോഡിങ് EBCDIC എൻകോഡിങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയലും ഈ എൻകോഡിങ്ങിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ഇമേജ് ഫയൽ ഈസ് ദ ഡിഫോൾട്ട് ഫോർമാറ്റ് ഫോർ ട്രാൻസ്ഫറിങ് ബൈനറി ഫയൽസ്. ബൈനറി ഫയൽസിൻ്റെ ട്രാൻസ്ഫറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫോൾട്ട് ഫോർമാറ്റാണ് ഇമേജ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഫയൽസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ടൈപ്പിലൂടെ നമുക്ക് ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. FTP ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും 3 ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ FTP അലോ ചെയ്യുന്നുണ്ട്. ഫയൽ സ്ട്രക്ചർ, റെക്കോർഡ് സ്ട്രക്ചർ, പേജ് സ്ട്രക്ചർ. ഫയൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ദർ ഇസ് നോ ഇൻറ്റേർണൽ സ്ട്രക്ചർ. അവിടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്നുമില്ല. ഫയലിന് നമ്മൾ ഒരു കണ്ടിന്യൂസ് സീക്വൻസ് അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ഡാറ്റാ ബൈറ്റ്സ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. റെക്കോർഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഫയൽസിനെ നമ്മൾ റെക്കോർഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വിത്ത് ടെക്സ്റ്റ് ഫയൽസ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ഫയൽസിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ഈ റെക്കോർഡ് സ്ട്രക്ചർ യൂസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദ ഫയൽ ഈസ് മേഡ് അപ്പ് ഓഫ് സീക്വൻഷ്യൽ റെക്കോർഡ്സ്. ഇവിടെ സീക്വൻഷ്യൽ റെക്കോർഡ്സ് ആയിട്ടായിരിക്കും ഫയൽസിനെ എനേബിൾ ചെയ്യുന്നത്. പേജ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഫയലിനെ നമ്മൾ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, വിത്ത് ഈച്ച് പേജ് ഹാവിങ് എ പേജ് നമ്പർ ആൻഡ് എ പേജ് ഹെഡർ. അപ്പോൾ പേജസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? പേജ് നമ്പറും പേജ് ഹെഡറും കാണും. ഓരോ പേജിനും പേജ് നമ്പറും പേജ് ഹെഡറും ഉണ്ടായിരിക്കും. പേജ് സ്ട്രക്ചറിൽ ഫയൽ ഈസ് മേഡ് അപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇൻഡെക്സ്ഡ് പേജസ്. അപ്പോൾ പേജ് സ്ട്രക്ചറിൽ ഇൻഡിപെൻഡൻറ്റ് ഇൻഡെക്സ്ഡ് പേജസ് ആയിട്ടായിരിക്കും ഫയലിനെ നമ്മൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ പേജസ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് ആക്സസ്ഡ് റാൻഡംലി ഓർ സീക്വൻഷ്യലി. പേജസിന് നമ്മൾ റാൻഡമായിട്ട് അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നതും അതിനെ ആക്സസ് ചെയ്യുന്നതും. അപ്പോൾ 3 ഡാറ്റ സ്ട്രക്ചർ: ഫയൽ സ്ട്രക്ചർ, റെക്കോർഡ് സ്ട്രക്ചർ, പേജ് സ്ട്രക്ചർ. ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് മോഡ്സ് ഉണ്ട്. സ്ട്രീം മോഡുണ്ട്, ബ്ലോക്ക് മോഡുണ്ട്, കംപ്രസ്ഡ് മോഡുണ്ട്. സ്ട്രീം മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫോൾട്ട് ആയിട്ടുള്ള മോഡായിരിക്കും. ആൻഡ് ഡാറ്റ ആർ ഡെലിവേർഡ് ഫ്രം FTP ടു TCP ആസ് എ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ്. കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ടായിരിക്കും സ്ട്രീം മോഡിൽ നമ്മൾ ഡാറ്റ ഡെലിവർ ചെയ്യുന്നത്. FTP നിന്ന് TCPയിലോട്ട് ഡാറ്റ ഡെലിവർ ചെയ്യുന്നത്. TCP ഈസ് റെസ്പോൺസിബിൾ ഫോർ ചോപ്പിംഗ് ഡാറ്റ ഇൻറ്റു സെഗ്മെൻറ്റ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് സൈസ്. അപ്പോൾ TCP യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡേറ്റയെ സെഗ്മെൻറ്റ്സ്, അതായത് ആ കറക്റ്റ് സൈസിലുള്ള സെഗ്മെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ചോപ്പ് ചെയ്യുന്നത് നമ്മുടെ TCP യൂസ് ചെയ്തിട്ടാണ്. ഇഫ് ദ ഡാറ്റ ആർ സിംപ്ലി എ സ്ട്രീം ഓഫ് ബൈറ്റ്സ്, ദറ്റ് ഈസ് ഫയൽ സ്ട്രക്ചർ, നോ എൻഡ് ഓഫ് ഫയൽ ഈസ് നീഡഡ്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു നോർമൽ ഫയൽ സ്ട്രക്ചറിലാണെങ്കിൽ, സ്ട്രീം ഓഫ് ബൈറ്റ്സിലാണെങ്കിൽ എൻഡ് ഓഫ് ഫയൽ ആവശ്യമായിട്ടില്ല. എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ ക്ലോസിംഗ് ഓഫ് ദ ഡാറ്റ കണക്ഷൻ ബൈ ദ സെൻഡറിൻ്റെ ആ ഒരു ക്ലോസിംഗ്, ഡാറ്റ കണക്ഷൻ്റെ ക്ലോസിങ്ങിനെ കാണിക്കുന്നതാണ് എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാറ്റ ക്യാൻ ബി ഡെലിവേർഡ് ഫ്രം FTP ടു TCP ഇൻ ബ്ലോക്സ്. ഇവിടെ ആദ്യം നമ്മൾ സ്ട്രീം മോഡിലെന്ന് പറഞ്ഞാൽ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ടായിരിക്കും, പക്ഷേ ബ്ലോക്ക് മോഡിൽ ബ്ലോക്സ് ആയിട്ടായിരിക്കും. ആൻഡ് ഇൻ ദിസ് കേസ് ഈച്ച് ബ്ലോക്ക് ഈസ് പ്രിസീഡഡ് ബൈ എ 3 byte ഹെഡർ. ഓരോ ബ്ലോക്കും വിച്ച് ഈസ് പ്രിസീഡഡ് ബൈ ഒരു 3 byte ഹെഡർ വെച്ചിട്ട് പ്രിസീഡഡ് ആയിരിക്കും. ദ ഫസ്റ്റ് ബൈറ്റ് ഈസ് കാൾഡ് ദ ബ്ലോക്ക് ഡിസ്ക്രിപ്റ്റർ ആൻഡ് ദ നെക്സ്റ്റ് 2 bytes ഡിഫൈൻ ദ സൈസ് ഓഫ് ദ ബ്ലോക്ക് ഇൻ ബൈറ്റ്സ്. അപ്പോൾ ആദ്യത്തെ 3 byte ഹെഡർ ഉണ്ടായിരിക്കും, അതിൽ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഡിസ്ക്രിപ്റ്റർ ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് 2 bytes എന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻ ദ സൈസ് ഓഫ് ദ ബ്ലോക്ക് ഇൻ ബൈറ്റ്സ്. ബൈറ്റ്സിൽ ബ്ലോക്കിൻ്റെ സൈസ് നമ്മൾ ബൈറ്റ്സിൽ റെഫർ ചെയ്യുന്നതായിരിക്കും അടുത്ത 2 bytes, നെക്സ്റ്റ് 2 bytes എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഈസ് കംപ്രസ്ഡ് മോഡ്. ഇഫ് ദ ഫയൽ ഈസ് ബിഗ് ഡാറ്റ ക്യാൻ ബി കംപ്രസ്ഡ്. അപ്പോൾ ഫയൽ വലുതാണെങ്കിൽ നമ്മൾ ഡാറ്റ കംപ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ദ കംപ്രഷൻ മെത്തേഡ് നോർമലി യൂസ്ഡ് ഈസ് റൺ ലെങ്ത് എൻകോഡിങ്. റൺ ലെങ്ത് എൻകോഡിംഗ് എന്ന് പറയുന്ന കംപ്രഷൻ മെത്തേഡാണ് നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. ഹിയർ കൺസിക്യൂട്ടീവ് അപ്പിയറൻസസ് ഓഫ് എ ഡാറ്റ യൂണിറ്റ് ആർ റീപ്ലേസ്ഡ് ബൈ വൺ ഒക്കറൻസ് ആൻഡ് ദ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ. ഇവിടെ ഡ്യൂപ്ലിക്കേഷനും റെപ്പറ്റീഷനും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കൺസിക്യൂട്ടീവ് അപ്പിയറൻസസ് ഓഫ് എ ഡാറ്റ യൂണിറ്റിൻ്റെ കൺസിക്യൂട്ടീവ് അപ്പിയറൻസസിനെ എല്ലാം ഒറ്റ അക്വറൻസ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ആൻഡ് ഇൻ എ ടെക്സ്റ്റ് ഫയൽ ദിസ് ഈസ് യൂഷ്വലി സ്പേസസ്. അപ്പോൾ ടെക്സ്റ്റ് ഫയലിൽ നമ്മൾ ബ്ലാങ്ക് സ്പേസസ്, അതെ ആ ബ്ലാങ്ക് സ്പേസസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിക്യൂട്ടീവ് അപ്പിയറൻസസ്. റെപ്പറ്റീഷൻ എന്ന് പറയാൻ ടെക്സ്റ്റ് ഫയൽസിൻ്റെ കേസസിലാണെങ്കിൽ സ്പേസസ് ആയിരിക്കും കൂടുതൽ. അതുപോലെ ബൈനറി ഫയൽസിലാണെങ്കിൽ നൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതലും കംപ്രസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഫയൽസിൽ നമ്മുടെ സ്പേസസ് ആയിരിക്കും കംപ്രസ് ചെയ്യുന്നത്.